കീർത്തിയൊന്നും അവര് പ്രസവിച്ച കുട്ടികളല്ലല്ലോ. അവര് പ്രസവിച്ച് വളർത്തിയതുപോലെ വസു ചേച്ചി ഇല്ലാത്ത സ്നേഹമൊക്കെ അവർക്ക് കൊണ്ട് കൊടുക്കുക. അനുവും കീർത്തിയും ഇവർക്ക് ജനിച്ച കുട്ടികളായിരുന്നെങ്കിലോ ഞങ്ങൾ ഈ വീട്ടിലോട്ട് കയറ്റുകയേ ഇല്ലായിരുന്നു. കിട്ടൂനെ ഉണ്ണിയെക്കാളും ഞാൻ നന്നായി നോക്കുന്നുണ്ട് ഏട്ടാ. പക്ഷെ എന്താന്നറിയില്ല, ദമയന്തി പറയുന്നതൊക്കെ എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കൂടെ കാർത്തികയും കൂടി ചേർന്ന് എന്റെ മേലിൽ ആവശ്യമില്ലാത്ത കുറ്റങ്ങൾ ചുമത്തുക. അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ഞാൻ അവളുടെ വയറ്റ് തടിച്ചെന്നൊക്കെ പറയുമ്പോ, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്. താൻ വിഷമിക്കരുത് വസുന്ധര, സ്ട്രോങ് ആയിട്ടിരിക്കണം. എന്ത്
ആരാ കാർത്തിക? ആ, ആ, ആരെന്ന് ചോദിച്ചാ പറയില്ലേ? ആ, അത് എന്റെ ഫ്രണ്ടാണ് അഖിൽ. ഫ്രണ്ടോ? ആ, അതിഥി. അതിനിങ്ങനെ ടെൻഷൻ ആവുന്ന എന്തിനാ? ഒന്നുമില്ല, വെറുതെ. ശരി, എടുത്ത് സംസാരിക്ക. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് കോളൊന്നുമല്ല, പിന്നീട് വിളിക്കാം. ഇതാരാ വിളിക്കുന്നേ? വീണ്ടും അവള് തന്നെയാ. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് മാറ്റർ ആയിരിക്കും, സംസാരിക്ക. 2 minutes അഖിൽ. ഹലോ. എന്താ ഹണി, നീ ബിസി ആയിരുന്നോ? ടെൻഷനില്ല. എന്തിനാ വിളിച്ചെന്ന് പറ. നമ്മൾ മീറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? പറ്റില്ലെന്ന് ഞാനും പറഞ്ഞില്ലേ? നിനക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞല്ലേ? വേണ്ട, ഞാനേ പുറത്ത് വരാം. നാളെ നമ്മുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റിലേക്ക് വരുമോ നീ? അവിടെ വെച്ച് നമുക്ക് മീറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ. നീ എന്തായാലും വരുമല്ലോ അല്ലേ? എങ്ങാനും നീ വന്നില്ലെങ്കിൽ ഞാൻ നേരെ നിന്റെ വീട്ടിലേക്ക് വരും. ഓക്കെ, ബൈ. എൻ്റെ ചക്കരയ്ക്ക് ദേഷ്യം അങ്ങ് കൂടി വരികയാണല്ലോ. നാളെ മീറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഞാൻ ശരിയാക്കുന്നുണ്ട്. കാർത്തിക, എന്തെങ്കിലും പ്രോബ്ലം? നോ പ്രോബ്ലം അഖിൽ. പിന്നെന്തിനാ നീ അവിടെ പോയി സംസാരിച്ചിട്ട് വന്നേ? അത് നിനക്ക് ഡിസ്റ്റർബ് ആവുമെന്ന് വിചാരിച്ചിട്ടാ. നീ നല്ല ടെൻഷനിലാണല്ലോ. എനിക്കെന്തോ ഡൗട്ടുണ്ട്. എന്ത് ഡൗട്ടാ നിനക്കുള്ളത്? ഇപ്പൊ നീ സത്യമായിട്ട് നിന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചേ? നിനക്കെന്താ ഇത്ര സംശയം? എന്റെ ഫ്രണ്ട് വിളിച്ചു, പണം വേണമെന്ന് ആവശ്യപ്പെടുക. ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. നീ അവിടെ നിന്ന് കടം വാങ്ങിയോ? ഇല്ല, അവളാണ് കടം ചോദിക്കുന്നത്. ദേ നോക്ക്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. അഖിൽ, നീ ഇപ്പോ എന്താ പറയാൻ വരുന്നേ? നീയും ആദിത്യയും തമ്മിൽ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അവനെ ഫേവർ ചെയ്തിട്ട് നമ്മുടെ കമ്പനി എങ്ങാനും ഒറ്റിയാലുണ്ടല്ലോ, നിന്നെ ജീവനോടെ വച്ചേക്കില്ല. ഞാൻ അങ്ങനെ എന്തിനാ ചെയ്യാൻ പോകുന്നേ? അവന്റെ കമ്പനിയിൽ ചേർന്ന് 2 തവണയാ നമ്മുടെ കമ്പനി സീക്രട്സ് നീ അവനോട്ട് ഷെയർ ചെയ്തത്. അപ്പൊ ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്യല്ലായിരുന്നോ? ഇപ്പൊ റിസൈൻ ചെയ്തില്ലേ? ആദിത്യക്കും എനിക്ക് ഒരു ബന്ധവുമില്ല. അത് സത്യമാണെങ്കിൽ നീ ജീവനോടെ ഉണ്ടാവും. അതിനി കള്ളവങ്ങാനും ആണെങ്കിൽ നിന്നെ ഞാൻ തന്നെ കൊല്ലും. ദൈവമേ, ആദിത്യമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ എന്നെ കൊല്ലുമെന്ന് പറയുന്നു. അങ്ങനെയുള്ളപ്പോ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആദിത്യയാണെന്ന് അറിഞ്ഞാലോ എന്നെ ജീവനോടെ തല്ലിക്കൊല്ലുമെന്ന് ഉറപ്പാണ്. വസു, ലഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. താങ്ക്സ് വല്യമ്മേ. ഇന്നലെ അനുവിന്റെയും കീർത്തിയുടെയും പോക്കറ്റ് മണി തട്ടിയെടുത്ത് എൻജോയ് ചെയ്തു. ഇന്നും അതുപോലെ തന്നെ ചെയ്തേ പറ്റൂ. കഴിഞ്ഞു കീർത്തി? കഴിഞ്ഞു അമ്മേ. ശരി, നിങ്ങൾ രണ്ടുപേരും പോയി സ്കൂൾ ബാഗ് എടുത്തിട്ട് വാ, ഞാൻ ഇപ്പൊ വരാം. ശരി അമ്മേ. ചെല്ല്. അയ്യോ, അവര് വരുന്നല്ലോ. എന്താ അന്വേഷിക്കുന്നേ? പോക്കറ്റ് മണി അന്വേഷിക്കുവാണോ? അല്ല, എന്റെ പെൻസിൽ കാണുന്നില്ല. ഇന്നലെ ഞങ്ങളുടെ കാശ് കാണാതായി.
നീയാണത് എടുത്തതെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ എന്തിനാ എടുക്കുന്നേ? എനിക്കൊന്നും അറിയില്ല. ഇന്നലെ നീ ഞങ്ങളുടെ പോക്കറ്റ് മണി എടുക്കുന്ന ഞാൻ കണ്ടതാ. ഈ കാര്യം എന്റെ അമ്മയോട് പറഞ്ഞാലേ എന്ത് നടക്കും നിനക്കറിയോ? മറ്റുള്ളവരുടെ കാശ് എടുക്കുന്നത് തെറ്റല്ലേ? എന്തിനാ എടുത്തത്? ഞാൻ കള്ളനൊന്നുമല്ല. ഞങ്ങളുടെ പൈസ മോഷ്ടിച്ചില്ലേ, നീയാണ് കള്ളൻ. ഞാൻ എന്റെ അമ്മയോട് പോയി പറയും. ഞങ്ങൾ ഞങ്ങളുടെ അമ്മയോട് പറയും. എന്താ അനു? എന്ത് പറയുന്ന എന്താ കിട്ടൂ, പറയട്ടെ. എന്താ അനു പറയട്ടെ എന്നൊക്കെ പറയുന്നേ? അവന്റെ പെൻസിൽ കാണാതെ പോയെന്നമ്മേ. എന്നിട്ട് ഞങ്ങളുടെ ബാഗിൽ അന്വേഷിക്കുക. അവരെന്തിനാ കിട്ടും നിന്റെ പെൻസിൽ എടുക്കുന്നേ? ഞാൻ നിനക്ക് പൈസ തരാം, പുതിയ പെൻസിൽ പോയി വാങ്ങിച്ചോ. ഇപ്പൊ അവന് ആവശ്യം കാശാണമ്മേ. അവന് കാശ് കൊടുക്കണ്ടമ്മേ. വേണമെങ്കിൽ പുതിയ പെൻസിൽ വാങ്ങിക്കൊടുക്ക്. എന്റെ കയ്യിൽ പുതിയ പെൻസിലുണ്ട്, ഞാൻ കൊടുക്കാം അമ്മേ. സ്കൂളിൽ ചെന്ന ഉടനെ അവന് പെൻസിൽ കൊടുക്കണം. നോക്ക്, സ്കൂൾ വാനും എത്തിയല്ലോ. വേഗം വാ വാ വാ, രണ്ടുപേരും ബാഗ് എടുത്തോ. വാ കിട്ടുവാ. അഖിലേട്ടാ, ഈ നീ സപ്പോർട്ടും ബെൽറ്റും അത്ര സ്റ്റിഫല്ല, പഴയതായി പോയി. പുതിയതൊന്ന് വാങ്ങണം. ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിനക്കല്ലേ അറിയൂ നന്ദിനി. നീ തന്നെ വേഗം ഓർഡർ ചെയ്ത് വരുത്ത്. ഓൺലൈനിൽ ഓർഡർ ചെയ്തത് കറക്റ്റ് ആയിരിക്കില്ല അഖിലേട്ടാ, ഞാൻ തന്നെ പോയി വാങ്ങാം. നീ എന്തിനാ കഷ്ടപ്പെടുന്നേ? ഭാസ്കരേട്ടനോട് പറഞ്ഞാ മതി. അതൊന്നും സാരമില്ല അഖിലേട്ടാ, ഞാൻ പോയാ നല്ലതൊരെണ്ണം നോക്കി മേടിക്കാൻ പറ്റും. സൈസ് ഒരു അല്പം വലുതായാലും അല്പം ചെറുതായാലും അത് കംഫർട്ടബിൾ ആയിരിക്കില്ല. അഖിലിനെ എത്ര നന്നായിട്ടാണ് നന്ദിനി ശുശ്രൂഷിക്കുന്നത്. ഇങ്ങനെ നല്ലൊരു പെൺകുട്ടിയെ അഖിലിന് ഭാര്യയെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ആവശ്യമില്ലാതെ ആ കാർത്തികയെ കല്യാണം കഴിച്ചത്. അമ്മേ, ദ കോഫി. അഖിലേട്ടനെ കൂടെ കൊണ്ടുപോവാ ചേച്ചി. നിനക്കും എടുക്കട്ടെ? എനിക്ക് വേണ്ട ചേച്ചി. അഖിലേട്ടന് ടാബ്ലറ്റ്സും കൊടുത്ത് കോഫിയും കുടിപ്പിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. നന്ദിനി, എന്താ അമ്മേ? നീയൊരു നഴ്സല്ലേ? അഖിലിന്റെ കാല് എപ്പോ ശരിയാകുമെന്ന് പറയാൻ പറ്റുമോ? വേഗം തന്നെ ശരിയാവും അമ്മേ. എല്ലാരും ഇത് തന്നെ പറയുന്നത്. അവനെ കൊണ്ട് നടക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് പേടിയുണ്ട്. ഡോണ്ട് വെറി അമ്മേ, അഖിലേട്ടനെ നടത്തിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വ. അമ്മ കണ്ടോ, 1 വീക്കിൽ അഖിലേട്ടൻ നടന്നിരിക്കും. അഖിൽ എഴുന്നേറ്റ് നടക്കുമെന്നുള്ളത് ഉറപ്പാണോ? ഞാനല്ലേ പറയുന്ന അമ്മേ, അഖിലേട്ടൻ നടന്നതിന് ശേഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവൂ. നീ ഇപ്പൊ പറഞ്ഞതുപോലെ അവൻ എഴുന്നേറ്റ് നടക്കുകയാണെങ്കിൽ എനിക്കത് മതി. ജീവിതത്തിൽ നിന്നെ ഒരിക്കലും ഞാൻ മറക്കില്ല. എന്താ അമ്മ ഇത്? നന്ദിനി പുറത്തുള്ള ആളല്ല, അവളെന്റെ അനിയത്തിയ, അഖിലിന്റെ അനിയത്തിയ. അഖിലിനെ നടത്തിക്കേണ്ടത് അവളുടെ കടമയാ. വേഗം വരണം, ലേറ്റ് ആവരുത്. കാർ എടുത്തിട്ട് പോയിക്കോ നന്ദിനി. വേണ്ട ഏട്ടത്തി, ജംഗ്ഷൻ വരെ ഞാൻ ഓട്ടോയിൽ പൊക്കോളാം. അവിടെ എന്റെ ഫ്രണ്ട് വരും. അവിടുത്തെ കാര്യം കഴിയുമ്പോ അവളെന്നെ ഡ്രോപ്പ് ചെയ്യും. ഞാൻ പോയിട്ട് വരാം. ടാബ്ലറ്റ്സ് കഴിക്കാകിൽ ഞാൻ കോഫി ഇപ്പൊ കൊണ്ടുവരാം. ശരി എടുത്തി. ചേച്ചി, പാലും കൂടി എടുത്തിട്ട് വാ, കാർത്തികയ്ക്ക് കൊടുക്കാനാ.
അവൾക്ക് വേണ്ടി എടുത്തി എന്തിനാ അതൊക്കെ ചെയ്യുന്നേ? എന്തൊക്കെ പറഞ്ഞതാ അവള്? എന്റെ അനിയത്തിയെ പറ്റി അങ്ങനെയൊന്നും പറയാതെ അഖിൽ. കാർത്തിക പൊന്ന. ഇനി എങ്ങാനും നീ വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ നിന്റെ വീട്ടിലേക്ക് അങ്ങ് വരും. ഇപ്പൊ ഞാൻ പോയില്ലെങ്കിൽ അവൻ ചിലപ്പോൾ വീട്ടിലേക്ക് വരും. ഇന്നല്ലെങ്കിൽ നാളെ സ്വത്ത് എൻ്റെ പേരിലേക്ക് ആകാൻ പോവുകയാണ്. ഈ സമയത്ത് എൻ്റെ വയറ്റിൽ വളരുന്നത് അഖിലിന്റെ കുഞ്ഞല്ലെന്ന് അറിഞ്ഞ എല്ലാം തലകീഴായി മറിയും. പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം. ഈ സമയത്ത് നീ എവിടെ പോകാൻ റെഡിയാവുക? എന്താടി നിനക്കെന്തോ ടെൻഷൻ പോലെ? ഒന്നുമില്ല ആന്റി, ഒന്നുമില്ല. ഒന്നുമില്ലെങ്കില് നീ എന്തോ തെറ്റ് ചെയ്ത പോലെ എന്തിനാ പരിഭ്രമിക്കുന്നേ? എന്ത് തെറ്റ് ചെയ്യാൻ പോകുന്ന ആന്റി എന്താ ഈ പറയുന്നേ? നിന്റെ പെരുമാറ്റം കാണുമ്പോ എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. നീ എന്തോ എന്നോട് മറയ്ക്കുന്നുണ്ട്. ഞാനെന്ത് മറച്ചു വെക്കാനാ? എനിക്ക് ഒരു സീക്രട്സും ഇല്ല. അല്ല, നീ പ്രഗ്നന്റ് ആയ അന്ന് മുതല് നിനക്ക് എന്തൊക്കെയോ മാറ്റമുണ്ട്. ഞാൻ കൺസീവ് ആയതാ എനിക്ക് വന്ന മാറ്റം, അതല്ലാതെ വേറെ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ. നീ മറച്ചു വെച്ചത് നിന്റെ കഴുത്തോളം വന്ന് നിന്നാ എന്നെ കൊണ്ടുപോലും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലംസും ഇല്ല. ആന്റി ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാർത്തിക, പാല് വേണ്ട, ഞാനൊന്ന് പുറത്തേക്ക് പോവാ. എവിടെ പോവാ? അതിപ്പോ പറഞ്ഞില്ലേ പുറത്തേക്കാണെന്ന്. അതെ, എവിടേക്ക് പോകുന്നെന്നാ ചോദിച്ചേ. എന്താ എടുത്തി? ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, അതെല്ലാം നിങ്ങളോട് പറയണോ? പറയും മോളെ, വാസു നിന്റെ ഏടത്തിയല്ലേ?